കുമാർ, നമ്മുടെ AKMA സംഘടന എന്ന് പറയുന്നതിനൊക്കെ അപ്പുറം അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുമ്പ് ഈ വനിതാ കമ്മീഷൻ ഫോർമാറ്റിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നതിന്റെ ചേതോവികാരം എന്താണ്? പുരുഷന്മാർക്ക് സംസാരിക്കുവാൻ വേണ്ടി ഒരു സ്ഥലം ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാര്യം പോലീസ് സ്റ്റേഷനിലോ മറ്റ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാമിലി കോർട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പുരുഷന്മാർ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഗം കേൾക്കുവാനോ അവർക്ക് വേണ്ടുന്ന നടപടികൾ ചെയ്യുവാനോ ഒരാളും തയ്യാറല്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ തന്നെ സ്ത്രീ എന്നുള്ളൊരു പരിഗണനയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ അവിടെ കിട്ടുന്നു. പോലീസുകാർ അവരോട് സൗമ്യമായിട്ട് പെരുമാറുന്നു. അതേസമയം ഒരു പുരുഷൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറിയാലോ ആദ്യം അവനെ തെറി അഭിഷേകമായിരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് തല്ലായിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു ചോദ്യമുള്ളൂ. താങ്കൾ പറയുന്നത് പോലീസിന്റെ മനോഭാവത്തിന്റെ പ്രശ്നവും നിയമത്തിന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം കുറച്ച് വിശാലമായ ആവശ്യമാണ്. തീർച്ചയായിട്ടും. എന്താണ് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്? അതിന് ചരിത്രപരമായ ഭരണഘടനാപരമായ പശ്ചാത്തലം ഉണ്ട് എന്നിരിക്കെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം മുന്നോട്ട് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്? കാര്യം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആരാണ്? പുരുഷന്മാരാണ്. അതെവിടെയെങ്കിലും അത് സംസാരിച്ച് നമ്മളൊരു ചർച്ചയിൽ പോലും വരുന്നില്ലല്ലോ. അപ്പോൾ 73% പുരുഷന്മാർ ഇവിടെ ആത്മഹത്യ ചെയ്യുമ്പോൾ വെറും 27% മാത്രം ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ അതിനെതിരെ ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നു. ആത്മഹത്യക്ക് പല കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, താങ്കൾ ഈ പറയുന്ന അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂണിൽ സുപ്രീം കോടതി ഒരു പൊതുതാൽപര്യ ഹർജി പോയി. കോടതി അത് ഫയലിൽ പോലും സ്വീകരിക്കാൻ തയ്യാറാവാ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനുള്ള ഡേറ്റ അയാളുടെ പക്കലില്ല. ഞാൻ പറയുന്നത് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ, OBC കമ്മീഷൻ, അല്ലെങ്കിൽ ഭിന്നശേഷി കമ്മീഷൻ, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ പോലുള്ള കമ്മീഷൻ ഉണ്ടാവുന്നത് ഇവർ സമൂഹത്തിലെ വീക്കർ സെക്ഷനാണ് എന്ന ബോധ്യത്തിലാണ്. അതിന് ഭരണഘടനാപരമായ പിന്തുണയുണ്ട്. പുരുഷന്മാർ ഈ പറയുന്നതിനപ്പുറം ഒരു വീക്കർ ഒരു ക്ലാസ് വീക്കർ സെക്ഷൻ ആണ് എന്ന് നിങ്ങൾ പറയുന്നതിന് കണക്കെന്താണ്? പുരുഷന്മാരുടെ പീഡനങ്ങൾ എന്തുകൊണ്ട് അത് സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നോക്കം നിൽക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് എവിടെയാണ് മുന്നിൽ? ഏതൊരു താങ്കളാ പറയുന്ന ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളിപ്പോ സർക്കാർ ഒരു ഓഫീസിൽ കയറി പോവുക, അല്ലെങ്കിൽ ഏതൊരു ബാങ്കിൽ കയറി പോവുക, ഏറ്റവും കൂടുതൽ അവിടെ ജോലി ചെയ്യുന്ന ആരാണ്? ഇപ്പോൾ മുൻകാലങ്ങളിൽ പുരുഷന്മാരായിരുന്നെങ്കിൽ ഇന്ന് നേരെ അത് മാറിയിട്ടുണ്ട്. PSC വഴി ജോലിക്ക് കയറുന്ന എത്ര പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണോ എന്താ കണക്ക് താങ്കളുടെ പക്കലുണ്ടോ? എടുത്തിട്ടില്ല. എടുക്കാതെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ നോക്കിയാൽ മതിയല്ലോ, കൺമുൻപിൽ കാണുകയല്ല. അല്ല, അങ്ങനെ നോക്കി ഒരു ഓടക്കണക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത്തരത്തിൽ ഗൗരവമായ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അത് എടുത്തിട്ടുണ്ട്. കണക്കെടുക്കാൻ ഞങ്ങൾ കണക്കെടുത്തിട്ടില്ല. എടുക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാരും അവന്റെ സംവിധാനങ്ങളും അല്ലേ ചെയ്യേണ്ടത്? അല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഈ ഇടയ്ക്ക് പോക്സോ കേസ് ഉണ്ടായല്ലോ. അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ വ്യാജ പോക്സോ കേസുകൾ ഒരുപാട് ഇവിടെ വരികയാണ്. ഇവിടുത്തെ സ്ത്രീ നിയമങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ അമ്മമാർ മുൻകാലങ്ങളിൽ അനുഭവിച്ച പീഡനങ്ങൾക്ക് അതിനനുസൃതമായിട്ട് അവർക്കൊരു പരിചയമായിട്ട് കൊടുത്തത് ഒരു വാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെ മലയാളി പെൺകുട്ടികളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ വരുന്ന കേരളത്തിലല്ലേ? ഏറ്റവും കൂടുതൽ വ്യാജ പീഡന പരാതികൾ വരുന്നത് ഇവിടെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോടതികളിൽ എന്തുകൊണ്ട് കേസ് നിലനിൽക്കുന്നില്ല? ഈ സ്ത്രീകൾ കൊടുക്കുന്ന പല പരാതികളിലും എന്തുകൊണ്ട് അവസാനമായി തള്ളിപ്പോകുന്നു? എത്ര പരാതികളിൽ തള്ളിപ്പോകുന്നു? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന 160 ദിവസം പോക്സോ കേസിൽ ജയിലിൽ കിടന്നു. നിവിൻ പോളി ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ സ്ത്രീകൾ കൊടുക്കുന്ന ഗാർഹിക പീഡന പരാതികളിൽ, സ്ത്രീ പീഡന പരാതികളിൽ എത്ര ചെറിയ ശതമാനമാണ് ഇത്തരത്തിൽ അത് വ്യാജ പരാതിയാണ് തെളിയിക്കപ്പെടുന്നത്? ഞാൻ പറയുന്നത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. താങ്കൾ പറയുന്നത് കണക്കില്ലാതെയാണ് പറയുന്നത്. കണക്കില്ലാതെ തന്നെയാണ്. അതിന്റെ ഒരു ഡാറ്റ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നതാണ്. ഇപ്പൊ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 49. താങ്കൾ 49, അല്ലെങ്കിൽ താങ്കൾക്ക് അറിവ് വെച്ച മുതലുള്ള വർഷങ്ങൾ താങ്കൾക്ക് അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയുണ്ട്? ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു വനിതാ അധ്യക്ഷ കാണിച്ചു തരാൻ പറ്റുമോ? കേരളത്തിൽ എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ട്? മന്ത്രിസഭയിൽ എത്ര വനിതാ മന്ത്രിമാരുണ്ട്? പോട്ടെ, ഏതെങ്കിലും മതത്തിന്റെ സാമുദായ സംഘടന തലപ്പത്ത് ഒരു വനിതയെ താങ്കൾ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരൊറ്റ സംഘടനയുടെ മാതാമൃതാനന്ദമയി ഉണ്ട്. ഇല്ല, അത് സമുദായ സംഘടന, അത് വേറെ സംഭവം. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ചോദ്യം, ഇന്ദിരാഗാന്ധി ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നില്ലേ? മുഖ്യമന്ത്രിയേക്കാളും പ്രധാനമന്ത്രിയായിരുന്നില്ലേ? കേരളത്തിലെ കഥ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലാണ്, ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണല്ലോ. ഓക്കെ,